അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടുക്കളയിൽ കുറച്ച് നേരം ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടോളിട്ടോ. ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ലോ ആട്ടോ ആള്. അതെന്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് കാലമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടൈം ഒരു സാമ്പാർ ഉണ്ടാക്കാനോ? പിന്നെ കുറേ അങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ ഫോൺ ഓഫായി പോയിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് എടുക്കാനും പറ്റിയിട്ടില്ലേ. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. കിച്ചണിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ. ഞാൻ ഫോണ് പിടിച്ചു തരാൻ ആരുമില്ല, അതിൻ്റെ അവിടെ ജനലിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇതിൽ വേറെ വോയിസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ അതിൽ മോള് എന്തോ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് അപ്പോൾ കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ ഞാൻ അയ്യ സൗണ്ടൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ കേട്ടോ. ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ചായക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി ഉണ്ടായിരുന്നു. ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഉമ്മക്ക് രാത്രിയാകുമ്പോൾ കുറേ ടൈമൊക്കെ ഉറങ്ങും. ഒരു 2 മണിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ മൂപ്പരാൾ ഉറങ്ങൂല. അപ്പോൾ ഇങ്ങനെ എണീച്ചിരുന്ന് ഇങ്ങനെ വർത്താനം പറയും. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അത് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഉമ്മ മിണ്ടാതൊക്കെ എനിക്ക് ഉറങ്ങാണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഉമ്മല്ലേ. ഉമ്മക്ക് ദേഷ്യം വരും കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തല കുലുക്കി ഇങ്ങനെ സമ്മതിക്കണം ഉമ്മ പറയുന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്യാൻ പോവാണ്. 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ, കാഴമൊന്നുമില്ല, അതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടൊന്നുമല്ല കേട്ടോ വെക്കുന്നത്. ജസ്റ്റ് നമ്മൾ സാധാ തേങ്ങ അരച്ച് വെക്കുന്ന പോലെ തന്നെ, ഒരു കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വെച്ചത്. സാമ്പാർ പൊടി ഇല്ല കേട്ടോ. സാമ്പാർ പൊടി ഉള്ളത് എക്സ്പയർ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാനത് ഒഴിവാക്കി, അത് ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ജനലിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടോ. എൻ്റെ കോലമൊക്കെ എന്തോ പോലെ ഉണ്ട്. നല്ല തലവേദന ഉണ്ടായിരുന്നു രാത്രി, മൈഗ്രെയിൻ. അപ്പോൾ ഗുളികയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഗുളികയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും സഹകരിക്കട്ടോ. പിന്നെ എന്താണ് ഇങ്ങനെയെന്നൊന്നും ചോദിക്കരുത്, നല്ല കമൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, പോസിറ്റീവായിട്ടുള്ള. പിന്നെ ആരും എന്താ പറയുക, കൊല്ലരുത് കേട്ടോ, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇടയ്ക്ക് മോള് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കിച്ചണിങ്ങനെ ഇതാക്കുന്ന സമയത്ത് മോള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. എന്നിട്ട് ചായ വേണം ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുവരെ മോളും മോനും ഞാനൊന്നും ചായ ഒന്നും കുടിച്ചിട്ടില്ല. ജസ്റ്റ് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുടിച്ചിട്ടില്ല കേട്ടോ. ചായക്ക് എന്താ പറയുക, പിന്നെ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കിയാൽ മോന് പറ്റൂല, മോൾക്ക് പറ്റൂല. അപ്പോൾ പിന്നെ എനിക്ക് മാത്രം ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ വേഗം ചോറും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മിക്ക ദിവസം രാവിലെ ചോറ് തന്നെ കേട്ടോ കഴിക്കുക. എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും, അത് പിന്നെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും ആ കറി. അതിങ്ങനെ ചൂടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. ടേസ്റ്റ് മാത്രമല്ല, നമുക്കത്രയേ ഉള്ളൂ. പിന്നെ എന്നും ഇപ്പം കറി ഉണ്ടാക്കി കൂട്ടാനുള്ളൊരു സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഇതിൽ എൻ്റെ വിഷമങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നെ സഹായിച്ചൊരു മഹാ വ്യക്തിയുണ്ട് കേട്ടോ. ഞാൻ ആളെ പേര് ഇവിടെ പറയുന്ന ആൾക്ക് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. അവർ ഗൾഫിലാണ്. അവരുടെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. കുറച്ച് ക്യാഷ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ അവർ പേര് മെൻഷൻ ചെയ്യാത്ത കേട്ടോ. എന്തായാലും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അയക്കാക്ക് കൊടുക്കട്ടെ കേട്ടോ. അത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കും, എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടാവും. പിന്നെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, അങ്ങനെ ഉണ്ടാവുമല്ലോ ആളുകൾ. എല്ലാവരും ഇപ്പോൾ നമ്മുടെ നെഗറ്റീവ് മാത്രം തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്കും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വിഷമങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പോൾ സഹായിക്കാന്നല്ല, പിന്നെ ഇങ്ങനെ സങ്കടപ്പെടണ്ട, പിന്നെ എല്ലാം ശരിയാവും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആശ്വസിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. പൈസ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ അവർ അയച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഇതിലേക്കായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പം ഞാനിങ്ങനെ സവാള തോലൊക്കെ ഉരിച്ച് വേഗം റെഡിയാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോഴേക്ക് മോനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ചോറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്, വേഗം ആക്കിത്തരാമെന്ന് പറഞ്ഞു. ഉപ്പേരി അങ്ങനത്തതൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് സാമ്പാറൊന്നും പറയാൻ പറ്റില്ല, ഒരു തേങ്ങരച്ച കറി കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം പറയുന്നതിൽ തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ, ഒന്നും വിചാരിക്കരുത്. പിന്നെ കാരണം
ഒന്നാമത് ഞാൻ ഒരു എന്താ പറയുക അത്ര ഇതല്ല എല്ലാവരെ പോലെ എങ്ങനെ ആക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതായി പോകുന്നതാണ്. പിന്നെ നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞാൻ പുറത്ത് വെക്കലില്ല, അത് പൂച്ച ഇതാക്കുന്ന കാരണം പുറത്തേക്ക് വെക്കലില്ല, കിച്ചണിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളും ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. പിന്നെ അത് വേറൊരാരുമല്ല, പുറത്തുള്ള ഒരാളൊന്നുമല്ല, എൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെയാണ്, എൻ്റെ സ്വന്തമാണ്. സ്വന്തം പേര് കൊണ്ട് നമുക്ക് സ്വന്തം എന്ന് പറയാവുന്നൊരു വ്യക്തി തന്നെയാണ്. അത് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അവരിൽ നിന്നൊക്കെ സിബ്ലിങ്സായിട്ട് 3 പേരുണ്ട് എനിക്ക്. പക്ഷേ എന്നെ അവരങ്ങനെ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കാണുന്നില്ല. ഞാൻ തികച്ചും ഒറ്റപ്പെട്ടിട്ട് തന്നെ കേട്ടോ ജീവിക്കുന്നത്. അതൊക്കെ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. എനിക്ക് പേരിന് 2 ആങ്ങളമാരും ഒരു ഇത്തയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ റിയലായിട്ട് ലൈഫിൽ അങ്ങനെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കോള് വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ എടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവരെ വീട് ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ അവർക്കെല്ലാം ഞാൻ മരിച്ചത് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. മരിച്ചതിൽ കൂട്ടി എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ അവർക്ക് എന്താ പറയുക, അവരുടെ വീട് വിറ്റതിൻ്റെ ഒരു ദേഷ്യം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ 2 ആങ്ങളമാർക്ക് ഇത്താത്തക്കില്ല. അവൾ പിന്നെ എൻ്റെ പോലെ ഇപ്പോൾ ഒരു വാടക വീട്ടിലാട്ടോ ജീവിക്കുന്നത്. അവളങ്ങനെ ഒരു വൈരാഗ്യം വെച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല, ആളൊരു പാവമാണ് കേട്ടോ. പിന്നെ ആങ്ങളമാർ ചെറിയ ആങ്ങള കേട്ടോ, ഭയങ്കര കല്യാണം കഴിഞ്ഞത് മുതൽ കേട്ടോ അതുവരെ ഓൻ തന്നെയായിരുന്നു ഞങ്ങളെ കുടുംബം നോക്കി കേട്ടോ. ആ കഥകളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ മുഷ്മിപ്പിക്കുന്നില്ല. അങ്ങനെ ചോറായി കേട്ടോ. ചോറ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് ചെമ്പിലേക്ക് ഊറ്റി, അങ്ങനെ കഞ്ഞിക്കാലത്തുമ്പിൽ ഊറ്റുന്നതാണ് കേട്ടോ. ഞങ്ങളങ്ങനെയാണ്. ഇവിടെ മലപ്പുറത്ത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതാവുമ്പോൾ അത്ര ഗ്യാസും വരില്ലല്ലോ, നമ്മൾ കുക്കറിലല്ലേ ചോറ് വെക്കുന്നത്. അപ്പം റേഷനരി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്ക് ചോറ് റെഡിയാവും. അങ്ങനെയാണ്. ഇനിയിപ്പം വേഗം സാമ്പാറാക്കണം. പിന്നെ ക്ലീനിങ് ഇതൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഇപ്പം പിന്നെ ആരും അങ്ങനെ ചോദിക്കാനോ അങ്ങനെ പറയാനൊന്നും ഇല്ലല്ലോ. നമ്മളെ വാടക വീടല്ലേ, നമ്മൾ വാടക കൊടുത്ത് കഴിയും നമ്മളെ വീട്. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കും, ഇഷ്ടമില്ലാത്തപ്പോൾ എടുക്കില്ല. റെസ്റ്റ് എടുക്കേണ്ട ടൈമിൽ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എൻ്റെ അമ്മായിമ്മയാണെങ്കിൽ ഒരു പാവം കേട്ടോ. അങ്ങനെ ഒന്നും പറയേ അല്ലെങ്കിൽ ഒരു അമ്മായിമ്മ പോരെടുക്കുക അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരാളാണ് കേട്ടോ. എൻ്റെ സ്വന്തം മനക്കാൾ പാവം കേട്ടോ എൻ്റെ അമ്മായിമ്മ. എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. എൻ്റെ ഹസ്ബൻഡായാലും എൻ്റെ അവിടുത്തെ ഉമ്മ ആയാലും ഒക്കെ അങ്ങനെ കേട്ടോ. ഒരു അനാവശ്യമായിട്ടൊന്നും പറയൂല, അങ്ങനെ ഒരു പോരെടുക്കൂല. ഉമ്മാക്ക് നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഉമ്മ അങ്ങനെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക അങ്ങനത്തെ ഒരു വ്യക്തിയല്ല കേട്ടോ ഉമ്മ. ഒരു പാവമാണ്. അതൊക്കെ എൻ്റെ ലൈഫിലൊരു ഭാഗ്യം കേട്ടോ. അതൊക്കെയുള്ളൂ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം കേട്ടോ. ഒന്ന് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഹസ്ബൻഡിന്. എൻ്റെ കൂടെ എപ്പോഴും വലിയൊരു ആഘോഷമോ ആർഭാടോ ജീവിതമൊന്നും ഇല്ലെങ്കിലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങളെ നോക്കി, എന്നെ മക്കളെ അവരെ വാപ്പാനുമ്മനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഉള്ള ശമ്പളത്തിൽ കേട്ടോ. സേവിങ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തട്ടിമുട്ടി ജീവിതം അങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കേട്ടോ, 0 ആണ്. 15 കൊല്ലമായിട്ട് ഞങ്ങൾ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 15 കൊല്ലമായി കേട്ടോ. ഒന്നുമില്ല, 0 ആണ്, ബിഗ് 0 ആണ് കേട്ടോ. പക്ഷേ പട്ടിണില്ലാതെ നോക്കിയിട്ടുണ്ട്. കഞ്ഞി ആയാലും ഞാൻ അങ്ങനെ തറപ്പിച്ചിങ്ങനെ നോക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് കണ്ണിന് കാഴ്ചൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണ്ടേ. ഞാൻ അങ്ങനെ ഇതായി നോക്കുന്ന, തല താഴ്ത്തി നോക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അതൊരു കണ്ണിൻ്റെ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം പുതിയതായിട്ട് വരുന്നവർ അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കായിട്ടാട്ടോ ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞേ. വേഷമൊക്കെ ഒരു പഴയ വേഷമാണ്, അടുക്കളയിലല്ലേ, അപ്പോൾ പഴയ വേഷമാട്ടോ. ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ വീഡിയോ ഇപ്പോൾ അങ്ങനെ എന്താ പറയുക
നമ്മുടെ വീഡിയോ തന്നെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു AI വീഡിയോ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ AIക്ക് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അപ്പം ഞാനും വിചാരിക്കുന്നത് നമ്മളെ കണ്ടന്റ് തന്നെ ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ വിചാരിക്കുന്നത്. ഉള്ളി ഇതുവരെ വെട്ടിക്കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഭയങ്കര സ്ലോ ആട്ടോ ഞാൻ. പക്ഷെ എൻ്റെ അമ്മായിമ്മ ഭയങ്കര ഫാസ്റ്റാട്ടോ അടുക്കളയിൽ. എനിക്ക് ഉമ്മാനെങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അസൂയ തോന്നാറുണ്ട്. ഉമ്മ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ബിരിയാണിയൊക്കെ പെട്ടെന്നുണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് മറ്റേ ചോറ് തിന്നാൻ കേട്ടോ. പക്ഷെ എൻ്റെ ഉമ്മ പണിയെടുക്കാൻ ഭയങ്കര മടിച്ചാട്ടോ. ഉമ്മ എന്നറിയാൻ അങ്ങനെ അടുക്കളയിൽ ഇറങ്ങി അങ്ങനെ പണിയെടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഈ കുറേ കാലമായിട്ടോ ഞാൻ ഓർമ്മ വെച്ചത് മുതൽ അങ്ങനെ പണിയെടുക്കലൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇത്താത്ത തന്നെയായിരുന്നു. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ പണിയും ജോലിയൊക്കെ എടുത്ത് തന്നെ സ്കൂളിൽ വിടലൊക്കെ എൻ്റെ ഇത്താത്ത തന്നെയായിരുന്നു കേട്ടോ. ഉമ്മ അങ്ങനെ പണിയെടുക്കുള്ളൂ, ഭയങ്കര മടിച്ചു. അത് വല്യമ്മയും പറയാറുണ്ട് കേട്ടോ. ഉമ്മ പണ്ടേ അങ്ങനെയാണ്, അടുക്കളയിൽ കയറില്ല, ഭയങ്കര മടിയാണെന്നൊക്കെ പറയുന്ന കേൾക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉമ്മ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വേണ്ടടി, അത് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കും, എൻ്റെ അടുത്ത് പൈസയുണ്ട്, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മക്ക് അതാണല്ലോ ശീലം. ഞാൻ പിന്നെ ഒന്നും തടയാനും പോയില്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. പോയിട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ 2 ദിവസം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷേ രാവിലെ 6 മണിയാകുമ്പോഴേക്ക് പറയും ഞാൻ പോകും കേട്ടോടി, ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരണ്ടിട്ടോ, നിൽക്കാൻ വരണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. ബോറായി ആരും സ്കിപ്പ് ചെയ്യാതൊന്ന് വീഡിയോ കാണും കേട്ടോ എല്ലാവരും. പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല കാര്യമല്ലേ. നമുക്ക് നാളേക്ക് അതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളൊരാളെ സഹായിച്ചു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ മിനിറ്റുകളും നമുക്കത് ഒരു ഹാപ്പിനെസ്സാണ്. നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമൊക്കെയാണ്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ 33 വയസ്സായി എനിക്ക്. പക്ഷേ എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അധികമൊന്നും പറയാനുണ്ടാവില്ല കേട്ടോ. ഒന്ന് എൻ്റെ ഇക്കാനെ കിട്ടിയതും പിന്നെ എൻ്റെ 2 മക്കൾ, അതൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ ലൈഫിൽ. സന്തോഷം എന്താണെന്ന് പറയുന്നത്, എനിക്ക് വാപ്പാന്ന് പറയുന്നത് എനിക്ക് 6 വയസ്സുള്ള സമയത്ത് ഞങ്ങളെ ഇട്ടേച്ച് പോയാട്ടോ. ഇട്ടേച്ച് പോയിട്ട് ഞങ്ങളറിയാതെ വരെ കല്യാണമൊക്കെ കഴിച്ചു. അതൊക്കെ ഞാൻ അതിൽ പറയാട്ടോ സ്റ്റോറിയിൽ. പിന്നെ വാപ്പ പോയതിന് ശേഷം പിന്നെ ആങ്ങളമാരെങ്ങനെയാണെന്നുള്ളതും നമുക്ക് ഊഹിക്കാമല്ലോ അവരെങ്ങനെയാണെന്നുള്ളത്. വലിയ ആങ്ങള ചെറുപ്പത്തിലെ അങ്ങനെ ജോലിക്കൊന്നും പോകില്ല. ഓൻ്റെതായ ഫ്രണ്ട്സ്, അങ്ങനെ എന്താ പറയുക, പറയാൻ പറ്റാത്ത അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. ചങ്ങായിമാരൊപ്പരൊക്കെ കൂടിയിട്ട് ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചീട്ടുകളി അങ്ങനത്തെ അതിലൊക്കെ വലിയ വമ്പനാട്ടോ. ഞങ്ങൾ പറയും പത്തിരി പരത്തുക എന്ന് പറയും. അവനെ കളിയാക്കി പറയുന്ന കേട്ടോ. അവൻ്റെ പേര് ഫിറോസ് എന്നാണ്. പിന്നെ മൂത്താങ്ങളുടെ പേര് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പേര് എനിക്ക് പറയാൻ ഇഷ്ടമില്ല. കാരണം വെച്ചാൽ അവന് വലിയ ഗംഭീരമായിട്ട് അവൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ കഴിച്ചു. പക്ഷേ എൻ്റെ ഉമ്മാനെ എന്നെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഇത്താത്ത ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പം ഭയങ്കര സങ്കടം വന്നിട്ടു എനിക്ക്. അവരെ ഫാമിലി പിന്നെ ഒന്നായിട്ടുള്ളൊരു പിക്കും വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. കാരണം വല്യമ്മ സുഖമില്ലാതെ കിടന്നപ്പോൾ, ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചിരുന്നു. നഫിയെ പിന്നെ പൈസ എന്തെങ്കിലും കഴിയുന്ന അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചു. മാഷാഅല്ലാഹ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പൈസ ഞാൻ എൻ്റെ വല്യമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു. വല്യമ്മക്ക് എത്ര കൊടുത്താലും മതിയാവില്ല കേട്ടോ. കാരണം അത്രയും നമ്മളെ നോക്കി നമ്മുടെ വിഷമത്തിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാട്ടോ വല്യമ്മ. ഉമ്മാനേക്കാൾ എനിക്കിഷ്ടമാണ് എൻ്റെ വല്യമ്മനെ കേട്ടോ. അത്രയും പാവമാണ്. ഇപ്പോഴും എൻ്റെ മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. സർജറിയൊക്കെ കഴിഞ്ഞു കേട്ടോ വല്യമ്മൻ്റെ. അപ്പം പിന്നെന്താ കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ. വല്യമ്മയാണ് കേട്ടോ ഇത്താത്തൻ്റെ കല്യാണമൊക്കെ നടത്തി. ഇത്താത്തൻ്റെ കല്യാണം നടത്താനൊരു വഴിയില്ലേനു. വാപ്പയില്ലല്ലോ. വാപ്പ അങ്ങ് പോയി, വാപ്പാൻ്റെ സുഖം തേടിപ്പോയില്ലേ. വാപ്പാനെപ്പം പറയുമ്പോൾ എനിക്ക്, കാരണം വാപ്പ ഖബർ കിടക്കണം. വാപ്പ മരിച്ചിട്ടിപ്പം എൻ്റെ മോന് 1 വയസ്സാട്ടോ. വാപ്പ മരിക്കുന്ന സമയത്ത് മോനിപ്പം 14 വയസ്സായി. വാപ്പ മരിച്ചിട്ട് 13 കൊല്ലമായി കേട്ടോ. വാപ്പ മരിക്കുന്ന അവരെ 2ാമത്തെ ഭാര്യേൻ്റെ വീട്ടിൽ വെച്ചിട്ടാട്ടോ. അവർക്ക് 2 മക്കളുണ്ട്. ഒരു മോളെ കല്യാണം കഴിഞ്ഞ അവളെ വേങ്ങരക്കാട്ടോ കെട്ടിച്ചേ. പക്ഷെ ഞങ്ങളുമായിട്ട് അങ്ങനത്തെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്, പക്ഷെ ഞാൻ പോയിട്ടില്ല.
എനിക്ക് വലിയ ഇതില്ല കേട്ടോ. ഞാൻ പോയിട്ടുണ്ട്, അവരെ വീട്ടിലൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ജോലിയൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അവിടെ, അവരെ വീടിൻ്റെ ഒക്കെ അടുത്ത് കേട്ടോ അയാളാമ്മ. പക്ഷേ അതെത്രയായാലും നമ്മുടെ ഉമ്മാക്ക് തുല്യമാവില്ലല്ലോ. നമ്മളെ പറ്റിച്ച് ചതിച്ച് പോയല്ലേ വാപ്പ. എന്തായാലും വാപ്പാൻ്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. കുറച്ച് കാലം, ഒരു 6 വയസ്സ് വരെയെങ്കിലും നമ്മളെ തിന്നാൻ തന്ന് പോറ്റി വളർത്തിയ വാപ്പല്ലേ. പടച്ചോൻ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ വാപ്പാൻ്റെ. അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ. പറയാനാണ് ഒരുപാട് കഥകളുണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ കമൻ്റ് ഇടൂ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ വീട് വിൽക്കാനുണ്ടായ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ വീട് വിൽക്കാനുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഓരോരോ പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുക്കളയിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു ഭാഗത്ത് പിന്നെ മക്കൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ TV കാണാൻ വേണ്ടി പോയി. മോളും അങ്ങ് പോയി കേട്ടോ. മോള് ഫുള്ള് ചോറൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് മതിയെന്നും പറഞ്ഞിട്ട് പോയി കേട്ടോ അങ്ങോട്ടേക്ക്. ഉമ്മച്ചിനെ കൂട്ടൂല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി റൂമിൻ്റെ വാതിലടച്ചു. അതുകൊണ്ട് എനിക്ക് ശബ്ദമൊന്നും ഇല്ലാതെ പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവളെ സൗണ്ടും പിന്നെ അവളെ ടോയ്സിൻ്റെ സൗണ്ടും എന്തെങ്കിലും പാട്ടും, അവൾ മറ്റേ വേറൊരു ഫോണുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ റീൽസ് കാണും. അപ്പോൾ അതൊക്കെ നമുക്കൊരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് വരുമല്ലോ. അപ്പം അവളങ്ങ് പോയതിനെ കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നെ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ വെച്ചാൽ വലിയൊരു ഊരാക്കുടുക്കിലമ്മ പെട്ട് കിടക്കുക കേട്ടോ. ഈ ഒരു സംഭവമുണ്ട്, അതൊക്കെ പറയാം ഞാൻ വീഡിയോയിൽ പറയാൻ വൈകാതെ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 വർഷമായിട്ടോ ഇവിടെ താമസിക്കുന്നത്. നമ്മൾ വാടകയ്ക്ക് താമസിക്കൽ തുടങ്ങിയിട്ട് 10-12 കൊല്ലമായിട്ടോ. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 3 വർഷമൊക്കെ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ എന്താ പറയുക, നമ്മൾ സ്വർണ്ണമൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലയെന്നില്ല, ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡിവോഴ്സിൻ്റെ ഒക്കെ വാക്കിലൊക്കെ എത്തണ പോലെയൊക്കെ ആയിരുന്നു. അപ്പം അതിനൊക്കെ പടച്ചോൻ തട്ടിത്തിരിച്ച് എനിക്ക് എൻ്റെ കന തിരിച്ച് കിട്ടി. മാഷാ അല്ലാഹ്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുമല്ലോ പടച്ചോനോട്. ഇപ്പോൾ ഞാൻ എൻ്റെ കൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ പടച്ചോൻ നമ്മളെ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് എനിക്ക് മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മോള് നമ്മൾ കൊണ്ടോട്ടി വാടക വീടെടുത്ത് ഇവിടെ താമസമൊക്കെ ആയതിന് ശേഷം കേട്ടോ മോളെ പ്രഗ്നൻ്റ് ആവുന്നൊക്കെ. ഇപ്പോൾ മോൾക്ക് 4 വയസ്സാവാൻ മെയ് 11 ആയാൽ 4 വയസ്സ് പൂർത്തിയാവും കേട്ടോ. അങ്ങനെയാണ് കാര്യം. വേറെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ ഈ വാടക വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാവണം എന്നൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ. പക്ഷേ നമുക്കൊരു സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ട് വാങ്ങിക്കാനോ പിന്നെ ഇല്ല. അമ്മച്ചി കാര്യമില്ല. അമ്മച്ചി ഇത് അവിടെ ഉണ്ടല്ലോ. അമ്മച്ചി വീഡിയോ എഡിറ്റ് ചെയ്യാം. കാത്തൂന് എഡിറ്റ് ചെയ്യണോ? സിലോ ആ ഡോറടച്ചാ കോപ്പിറൈറ്റ് വരും. ടിവിൻ്റെ സൗണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് കണ്ടോ, റൂമിലുണ്ട്. എന്നിട്ട് ഡോറടച്ചാളോ പൊന്നു, ഡോറടയ്ക്കണേ. ഡോറടച്ചേ ഇങ്ങോട്ട് പറഞ്ഞേക്കണ്ട. അവിടെ ഇരുന്നോ അവിടെ ഇരുത്തിക്കോ. ഇവിടെ കോപ്പിറൈറ്റ് വരുമോ? അവിടെ പോയിക്കോ ബെഡിൽ. ഇവിടെ അമ്മച്ചിക്ക് ഇത് വരും കോപ്പിറൈറ്റ്. ചെല്ലേ, നല്ല കുട്ടിയല്ലേ, ചക്രമോളല്ലേ പൊന്നോ. അമ്മ പറയണേ കേൾക്കണില്ല. അതല്ല പൊന്നെ, ഈ ശബ്ദം അമ്മച്ചിക്ക് കോപ്പിറൈറ്റ് വരുമോ? കോപ്പിറൈറ്റ് വരുമല്ലോ അമ്മച്ചിക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ മോള് വന്നിട്ടാ, ക്ഷമിക്കണേ എല്ലാവരും. പിന്നെ എന്തിനു പിന്നെ നമ്മൾ പറഞ്ഞേ അപ്പം എന്താ പറയുക, ഒരു സെൻറ്റ് ഭൂമി പോലും നമുക്ക് വാങ്ങിക്കാനുള്ളൊരു ഇതില്ല കേട്ടോ. അങ്ങനെ നമ്മളെ സഹായിക്കാനും ഒരാളില്ല കേട്ടോ നമുക്ക്. എൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ആരും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് കേട്ടോ. എൻ്റെ കസിൻ ബ്രോ, എൻ്റെ ആങ്ങളുടെ മോന്
ഉണ്ടാക്കിയൊരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ അതൊരു 5-8 കൊല്ലം മുമ്പുള്ള ഗ്രൂപ്പാണ്. പക്ഷേ വല്യമ്മ അവിടെ വീണ് കിടന്നിട്ട് പിന്നെ കയ്യും കാലൊക്കെ എല്ല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്താണ് നമ്മളെയൊക്കെ ആ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നത് കേട്ടോ. അവരൊക്കെ വലിയ പൈസ ഉള്ള ആളുകൾ, അപ്പം നമ്മളൊക്കെ പൈസ ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നമ്മളെ ഒന്നും പറ്റില്ല. കുറേ കസിൻസൊക്കെ അതിലുണ്ട് കേട്ടോ. പക്ഷേ പൈസ ഉള്ള എല്ലാ കസിൻസും ആ ഗ്രൂപ്പിലുണ്ട്. നമുക്കൊന്നും പൈസ ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഗ്രൂപ്പും ഇല്ല, കസിൻസും പേരും ഇല്ല കേട്ടോ. ആ ഗ്രൂപ്പിൻ്റെ പേര് കസിൻസ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മാൻ്റെ വിവരം പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിലൊക്കെ ആഡ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ എൻ്റെ ഫൈജാസ് എന്ന് പറഞ്ഞ അവൻ്റെ ഹൗസ് വാമിങ് നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു കേട്ടോ. അവൻ ഓട്ടോ ഓടിക്കലായിരുന്നു പണി. പക്ഷേ അവളെ വീട്ടിൽ നിന്ന് അവകാശം അതൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ഇക്കാന്ന് വിളിക്കാൻ അവന് മടി കേട്ടോ, സത്യമായിട്ടും. കാരണം അവന് അത്രത്തോളം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ. അവൻ കാരണം ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വിങ്ങലാട്ടോ അവൻ ആലോചിക്കുമ്പോൾ. അപ്പം അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മരിച്ചില്ല കുട്ടിക്ക് എന്നൊക്കെ. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ. അങ്ങനെ എന്താ പറയുക, നമുക്ക് മനസ്സ് എത്ര ആയാലും നമ്മൾ മനുഷ്യനല്ലേ, നമുക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ പാത്തു ശബ്ദം വരുന്നു, പാത്തു എന്നല്ലേ അമ്മ പറഞ്ഞേ, അങ്ങോട്ട് പോടുന്ന് പറഞ്ഞാൽ കേൾക്കൂല. നീ ഇങ്ങോട്ട് വരരുത്, അവിടെ ഇരുന്നോ, ഇവിടെ വരില്ല കേട്ടോ. അമ്മ അത് വോയിസ് കൊടുക്കട്ടെ. നീ ഇങ്ങോട്ട് വരില്ലേ, അപ്പം അതുകൊണ്ടൊക്കെ കേട്ടോ എനിക്ക് പേര് ഞാൻ അങ്ങനെ വിളിക്കാൻ തന്നെ എനിക്ക് മനസ്സിൽ വരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ആരും ചോദിക്കുകയാണ് എനിക്ക് ആങ്ങളമാരുണ്ടെന്ന് ഞാൻ പറയലില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെ മരിച്ച കുട്ടികളെ പിന്നെ നമ്മളെ ആങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ തലയിലിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെന്ന് വിളിച്ചിട്ട് എന്താണ് നിൻ്റെ പേരും, നീ മക്കളെ എങ്ങനെയാണെന്ന് ചോദിക്കാൻ ഒരാളില്ലെങ്കിൽ പിന്നെ നമ്മൾ ആങ്ങളെന്ന് പറയുന്നില്ല, അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. മൂത്തോന് വേറൊരു ടൈപ്പും ഇവൻ വേറൊരു ടൈപ്പാട്ടോ. അപ്പം കല്യാണം കഴിഞ്ഞത് മുതൽ രണ്ടാളും അങ്ങനെ കേട്ടോ. അവർക്ക് ഓരോ ഭാര്യ, മക്കൾ, പേരക്കുട്ടികൾ അങ്ങനെയൊക്കെ കേട്ടോ. മൂത്താങ്ങൾക്ക് പേരക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓനാണ് ഉമ്മാനെയും പറ്റിച്ച് നടക്കുന്നത്, ഉമ്മാൻ്റെ ക്യാഷും ഇതൊക്കെ പറ്റിച്ച് നടക്കുന്നത് കേട്ടോ. അപ്പം ഉമ്മ പലിശ കൊടുത്തിട്ടാട്ടോ അമ്മ ജീവിക്കുന്നു. ഉമ്മ കുറേ മലബാർ ഗോൾഡിലെ ജ്വല്ലറിയിലോ അല്ല വീട്ടു ജോലിക്ക് അങ്ങനെ ഒരു 3 പോയിൻ്റ് ചെയിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓനും ഉമ്മാൻ്റെ സമ്മതമില്ലാതെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഓരോ കഷ്ടപ്പാട് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നിട്ട് അതൊക്കെ വിറ്റിട്ട് കച്ചറ ഉണ്ടാക്കട്ടെ. അതാട്ടോ കാര്യങ്ങൾ. എന്നിട്ട് ഉമ്മ ഇങ്ങനെ പോലീസ് സ്റ്റേഷനും കോടതിയായിട്ട് ഇങ്ങനെ നടക്കും. ഉമ്മക്ക് മെൻ്റലി ഒരുപാട് ഇതായി പോയിട്ടോ. അമ്മ ഒന്നും പറയുന്നൊന്നും ഒരിതല്ല, മെൻ്റലി ഫുള്ള് ഡൗൺ ആട്ടോ ആള്. പിന്നെ തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. നമ്മൾ പറയുമ്പോഴൊക്കെ ദേഷ്യം വെറുപ്പും ഇവിടെ നിന്നൊക്കെ കച്ചറ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഞാൻ അത്ര ആയാലും നമ്മളമ്മയല്ലേ, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. എൻ്റെ മോളെ കയ്യിലുള്ള ചെയിനൊക്കെ പിടിച്ച് വലിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടോ. ഒരിക്കൽ എന്നെ മിക്സി എടുത്ത് എറിയുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര ആയാലും ഇവിടെ ഇപ്പോഴും വരാറുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഇത്താൻ്റെ വീട്ടിലായാലും അല്ലെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു കയറ്റവും നോക്കുകയൊന്നുമില്ല കേട്ടോ. ഒരു 10 റുപ്യേൻ്റെ ഉപകാരം പോലും ഇപ്പം ആ മക്കളെ കൊണ്ട് ഉമ്മാക്കില്ല കേട്ടോ. അമ്മ ഇങ്ങനെ പലിശ കൊടുത്തിട്ട് ജീവിക്കുന്ന കേട്ടോ. എന്നിട്ട് അതിൽ നമുക്ക് 1000 റുപ്യൊക്കെ എനിക്കും കൊണ്ട് തരും കേട്ടോ. ഇന്നലെ വന്നപ്പോൾ ഒരു 1000 റുപ്യ തന്നിട്ട് കേട്ടോ അമ്മ പോയേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. മിശി കണ്ടു. അപ്പം എനിക്കിപ്പം ഞാൻ നല്ല ബോൾഡായിട്ടൊക്കെ സംസാരിച്ചൊരു വ്യക്തിയാട്ടോ. പക്ഷേ ഇവരെ ഓരോരോ വിഷമത്തിൽ കിടന്നിങ്ങനെ ഇതായിട്ടില്ലേ മനുഷ്യന് മെൻ്റലി എന്താ പറയുക ഒരുപാട് തകർന്നു പോയിട്ട്. അപ്പോൾ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ സംസാരിക്കണ്ടേ, എങ്ങനെയാണ് സംസാരിക്കണ്ടേ, എല്ലാത്തിനും ഒരു വലിച്ചിലാട്ടോ, ബാക്കിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്നൊരു അവസ്ഥയാട്ടോ. അപ്പോൾ പിന്നെ നന്നായിട്ട് മറവിയുണ്ട്, പിന്നെ ഒരുപാട് പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷേ എല്ലാത്തിനും നമ്മളെടുത്ത് ചികിത്സിച്ച് ഭേദാക്കാനും നോക്കാനും പൈസയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളെല്ലാം സഹിച്ച് ഇങ്ങനെ ജീവിക്കുന്ന കേട്ടോ. എത്രയായാലും നമ്മുടെ മക്കളുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണമല്ലോ. നമുക്ക് പഠിച്ചോ നന്നായിസ് നമുക്കത് ഇതാക്കാനുള്ള ഇതിൽ പലതവണ തോന്നിയിട്ടുണ്ട് മരിക്കണമെന്നൊക്കെ കേട്ടോ. പക്ഷേ എൻ്റെ ചെറിയ മോനിപ്പം പിന്നെ ഒരു വലിയ മോനായല്ലോ, 14 വയസ്സായില്ലേ, ഓൻ്റേത് എന്നുള്ളൊരു ലെവലിൽ നിൽക്കാനായല്ലോ. പക്ഷെ എൻ്റെ മോൻ കാണുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇക്കാനോട് വരെ പറയലുണ്ട്, ഞാൻ ഫറോക്ക് പോയാലോ ചാടാന്ന്. അന്നേരം എന്നോട് പറഞ്ഞാൽ അവിടെ ചാടിയാൽ എൻ്റെ വയറ് വീർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കും കേട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്.
അന്നേരം ഞാൻ പറയും ഞാനിനി ആത്മഹത്യം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ പറഞ്ഞതിനെ കൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ കോപ്പി എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഈ വീഡിയോയിൽ ഞാനങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് അങ്ങനെ മനസ്സിലൊന്നും വെച്ചിട്ട് പുറത്തങ്ങനെ കാണിക്കുന്ന എനിക്കറിയില്ല കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ വെട്ടി തുറന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ഒരു ക്യാരക്ടർ കേട്ടോ ഞാൻ. അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുടുംബത്തിൽ പാപ്പാൻ്റെ ഫാമിലി ഉമ്മാൻ്റെ ഫാമിലിയൊക്കെ നല്ല പേര് കേട്ട കുടുംബവും തറവാടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നാളിവിടെ അടുത്തുള്ള റേഷൻ കടയിലുള്ള അയാൾ കുടുംബവും കാര്യമൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അയാൾ പറയും നിങ്ങൾ നല്ല തറവാട്ടരല്ലേ. പക്ഷേ ഞാൻ വിചാരിച്ച് നിങ്ങൾ എവിടെന്നെങ്കിലും ഇങ്ങനെ വലിയ ഇതായി വരുന്ന കുടിയേറി പാർക്കുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തവരാണെന്നാണ് വിചാരിച്ച് നിങ്ങൾ പൊരുത്തപ്പെട്ടാലേട്ടോ നിന്നോട് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധാരണ മാറിയല്ലോ കാക്കാന്ന് പറഞ്ഞിട്ടോ. ഞാൻ അയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ പറയും കേട്ടോ റേഷൻ കടയിൽ പോകുമ്പോൾ. കാരണം നമ്മൾക്ക് ഒന്നുമില്ലാത്തവരെല്ലാവർക്കും പുച്ഛിക്കാനൊരു കാഴ്ച വസ്തുവാണ് നമ്മൾ. എല്ലാവരും പറയുന്ന കേൾക്കും. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പ്രതികരിക്കും കേട്ടോ നന്നായിട്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ പ്രതികരിക്കില്ല. പറയുന്നുള്ളൂ എന്തും പറഞ്ഞോട്ടെ. കാരണം അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ നേരിടാവുള്ളൂ. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞാലും അല്ലെങ്കിൽ പുറത്തൊരാൾ പറഞ്ഞാലും ഞാനൊന്നും പ്രതികരിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ അകത്തിങ്ങനെ പുറത്തേക്ക് പോലും വളരെ സത്യം ഇവിടെ അപ്പാർട്ട്മെൻറ്റ് പുറത്ത് പോലും ഞാൻ ഇറങ്ങലില്ല. ഫുൾ ടൈം ഇങ്ങനെ റൂമിൽ ഇരിക്കും. എൻ്റെ നിസ്കാരമൊത്തും കുട്ടികളെ നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഒന്നിനൊരു സമയവും കാര്യവും ക്രമമൊന്നുമില്ല കേട്ടോ. തോന്നുമ്പം കഴിക്കും, തോന്നുമ്പോൾ ഇതാക്കും, അങ്ങനെ അങ്ങ് പോവാം കേട്ടോ കാര്യങ്ങൾ. എവിടം വരെ എത്തും അവിടം വരെ പോട്ടെ. ഇപ്പം ഇവിടെ ആണെങ്കിലും വാടക നമ്മൾ കറക്റ്റ് അല്ല കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ടിപ്പം അവരിങ്ങനെ വോയിസ് അയക്കുന്നുണ്ട് കേട്ടോ. 1-ാം തീയതിയാണ് ഇവിടെ എല്ലാ മാസം 1-ാം തീയതി കേട്ടോ വാടക കൊടുക്കൽ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇപ്പം അവിടെ നിന്നാണെങ്കിൽ ഇക്കാൻ്റെ ജോലി എന്താ പറയുക കച്ചവടം ഭയങ്കര ഡള്ളാണ്. എന്നിട്ട് അവർ കട ഒഴിവാക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും സാലറി കിട്ടുന്നില്ല. എന്നാലും സാലറി കിട്ടിയിട്ടില്ലെങ്കിൽ അവരോട് ചോദിക്കുകയും പറയൊന്നുമില്ല കേട്ടോ. അവർ കൊടുക്കുമ്പോൾ മാത്രം വാങ്ങും. എന്നിട്ട് നമ്മൾ വാടക കൊടുക്കും, കടയിലും കൊടുക്കും, അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ബാക്കിയുള്ള പൈസ അവിടെ ഉപ്പാക്കും കൊടുക്കും, അങ്ങനെ കേട്ടോ ജീവിതം പോകുന്നത്. സേവിങ്സും പിന്നെ അതും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു തുച്ഛമായ വരുമാനം 20 റുപ്യ കേട്ടോ ഉള്ള വരുമാനം. അപ്പോൾ അതിലാണ് ഞങ്ങൾ 6 റുപ്യ വാടക, 6 റുപ്യ ചിലവും 12 റുപ്യ, ബാക്കിയുള്ളത് 5 റുപ്യ അവർക്കും കൊടുത്ത് പിന്നെ ഇക്കാൻ്റെ ചിലവും കഴിഞ്ഞില്ലേ അത്രയല്ലേ 20 റുപ്യ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ കാട്ടോ ജീവിതം കഴിഞ്ഞു പോകുന്നത്. എങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും പിന്നെ എന്താ പറയുക മനസ്സാകെ പിടികിട്ടോ കേട്ടോ. അതുകൊണ്ടൊന്നും ആലോചിക്കില്ല ഞാൻ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആലോചിച്ചാലൊരു അന്തമില്ല, ആലോചിച്ചില്ല ഒരു കുന്തമില്ല. അത് ഞാൻ തന്നെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും ചെയ്യും ഓരോ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചിരുന്നു എവിടെയെങ്കിലും വീട്ടുജോലി കിട്ടുമെങ്കിൽ പോവേനെന്നൊക്കെ വിചാരിച്ചിരുന്നു. കാരണം മോളെയും കൊണ്ട് പോയിട്ട് ഇപ്പം ചെയ്യാം. അമ്മാൻ്റെ അടുത്ത് എനിക്ക് എന്തായാലും മോളാക്കാൻ പറ്റില്ല. കാരണം അമ്മ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ഉമ്മാൻ്റെ അടുത്ത് മോളാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം ഉമ്മക്ക് ഇഷ്ടമാണ് മോളെ, പക്ഷേ ഉമ്മാൻ്റെ മൈൻഡ് എപ്പോഴും ഇതാവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉമ്മാൻ്റെ അടുത്താക്കാൻ എനിക്ക് പേടിയാട്ടോ. അപ്പം അങ്ങനെ വീട്ടുജോലി അന്വേഷിച്ചിനെ. അപ്പോൾ എവിടെയെങ്കിലും ഇവിടെ അടുത്തെവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മോളെയും കൊണ്ടുപോയി. വീട്ടുപണിയാകുമ്പോൾ പിന്നെ മോളെയും കൊണ്ടുപോകുന്നതിനൊന്നും ആരൊന്നും പറയില്ലല്ലോ. മോളും എൻ്റെ കൂടെ നിർത്തിയിട്ട് പണിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങ് പോരാലോ. എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാടകയെങ്കിലും കൊടുക്കാമല്ലോ ആളെ. അപ്പം അതൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മോളെ കൈ തട്ടിയിട്ട് ഇത് ഓഫായി പോയിട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീട്ടുജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോളെയും കൊണ്ട് പോകാമല്ലോ. അപ്പം വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. കാരണം നമ്മൾ ചെറിയ മോളെയും കൊണ്ട് സാഹചര്യം കൊണ്ടല്ലേ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിനൊക്കെ പഠിക്കുമ്പോഴൊക്കെ വീട്ടുജോലി ചെയ്തിട്ടുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. പിന്നെ ജോബ് കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങളെ നാട്ടിൽ തന്നെ ഒരു ഉമ്മാൻ്റെ കൂടെ പഠിച്ചൊരു സ്നേഹിതി ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലിട്ട പോലെ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. പിന്നെ തിരൂരങ്ങാടി ഒരു വീട്ടിലും പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെ മുമ്പാട്ടോ ഞാൻ പോയേ. തിരൂരങ്ങാടി ഞാൻ പോയത് അവരെ വീട്ടിൽ തന്നെ നിൽക്കലായിരുന്നു കേട്ടോ. എന്നിട്ട് ആഴ്ചക്കൊക്കെ അവരെ ഇത്തയും അവരെ ഹസ്ബൻഡും കുട്ടികളെല്ലാവരും കൂടി എനിക്ക് വീട്ടിലാക്കി തരുന്നിട്ട് ഞാൻ
വീട്ടിൽ വന്ന് അവരെ കണ്ട് അപ്പം തന്നെ അവരെ കാറിൽ തിരിച്ചു പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ജീവിതം. പിന്നെ കുറേ കാലം ജീവിതം കോഴിക്കോട് അന്വേഷി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആയിരുന്നു. ഇക്കാൻ്റെ വീട്ടുകാരായിട്ട് പിണങ്ങിയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അപ്പം അന്നേരമൊക്കെ ഞാൻ അന്വേഷിയിലായിരുന്നു കേട്ടോ. അന്വേഷിയിൽ മാത്രമല്ല കുറേ ഹോസ്പിറ്റലിലും കിടന്നു. അന്ന് എൻ്റെ മോനെ നോക്കാൻ ഒരാളും ഇല്ലാഞ്ഞിട്ട്, കാരണം വീട്ടുകാരില്ലല്ലോ, വീട്ടുകാർ നോക്കൂലല്ലോ, പൈസ ഉള്ളവരെ മാത്രമല്ലേ അവർ ശ്രദ്ധിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ നോക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോനെ CWCനെ ഏൽപ്പിച്ചിട്ടാട്ടോ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായ. അത് കൊണ്ടുപോയതൊക്കെ അന്വേഷിയിലുള്ളവരാട്ടോ. അന്വേഷി എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം, ആരും ഇല്ലാത്ത സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കോഴിക്കോട് ഒരു സ്ഥാപനമാട്ടോ. ഞാൻ തന്നെ അവിടെ പോയി വിളിച്ച് അന്വേഷിച്ച് ഞാൻ തന്നെ പോയതാട്ടോ. എൻ്റെ മോനെയും കൊണ്ട് ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു 10-26 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ അവർ പറഞ്ഞു അങ്ങനെ അഫിക്ക് അങ്ങനത്തെ ആയ പ്രശ്നങ്ങളൊന്നുമില്ല, അഫിക്ക് ഹസ്ബൻഡ് അങ്ങനെ വിട്ടു പോയതിൻ്റെ വിഷമം വന്നപ്പോൾ ഉള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ അവരെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ അവരെ അവിടുത്തെ പേഷ്യൻറ്റിനൊക്കെ ഗുളികയും ഇതൊക്കെ കൊടുക്കാൻ, ഭക്ഷണമൊക്കെ കൊടുക്കാൻ നിന്നുണ്ടായിരുന്നു കേട്ടോ. ഹെൽപ്പറായിട്ട് അവരുടെ കൂടെ ഞാൻ അവിടെ പോയിട്ട് അവരെ കൂടെ ഇങ്ങനെ ജോലിയിൽ ഇതാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് മോളുള്ളതിനെ കൊണ്ട് എവിടെയും ജോലിക്ക് പോകും. എനിക്ക് ഏതെങ്കിലും കടയിൽ കയറിയാലും ജോലി കിട്ടും കേട്ടോ. എനിക്ക് ഞാൻ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ടെക്സ്റ്റൈലിലായാലൊക്കെ. പക്ഷേ എനിക്ക് ചെറിയ മോളുള്ളതിനെ കൊണ്ട് ഇപ്പോൾ എവിടെയും പോകാനും പറ്റില്ല. ഓളൊന്ന് സ്കൂളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോകാൻ, ഒന്നെങ്കിൽ യൂട്യൂബ് ഒന്നതായാൽ എനിക്കൊന്ന് ചിരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി ഒരു 4:45 നമ്മൾ നയിച്ചിട്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അതിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷവും എനിക്ക് ചിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ചിരിക്കാൻ ശരിക്കും അറിയില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ എന്താ പറയുക, എന്നും ഇങ്ങനെ വിഷമം പിടിച്ച ജീവിതത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കും ചിരിക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ ഞാൻ എന്തെങ്കിലും സെൻറ്റി അടിക്കുന്നതെന്ന്. അത് നിങ്ങൾക്ക് എൻ്റെ ജീവിതം അറിയാത്തതുകൊണ്ടാട്ടോ നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ പക്ഷെ എന്നെ മനസ്സിലാക്കിയ കുറച്ച് പേരുണ്ട് കേട്ടോ. അവരോടെല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരിക്കലും മറക്കില്ല. എൻ്റെ ദുആയിൽ എപ്പോഴും നിങ്ങളും നിങ്ങളുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ നിങ്ങളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പം ഒരു സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെയും ട്രാജഡിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഒരു ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളെ ഭർത്താവ് എൻ്റെ അടുത്ത് എൻ്റെ സ്വർണ്ണം വിറ്റൊരു ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു 1,75,000 റുപ്യ, അതിൽ 75,000 റുപ്യ എനിക്ക് നഷ്ടം കേട്ടോ. എന്നോട് പറഞ്ഞു നീ അവിടെ ഷെഡ് ഉണ്ടാക്കിയിട്ട് താമസിച്ചോ, എന്നിട്ട് ബാങ്ക് ലോൺ റെഡിയാക്കി തരാം, എന്നിട്ട് നീ കുറച്ച് അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഷെഡ് നിങ്ങളുടെ പേരിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഷെഡല്ലേ, പിന്നെ നമുക്ക് ഒരു സെൻറ്റ് ഭൂമി സ്വന്തമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും നോക്കിയില്ല. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ സ്വന്തമായിട്ട് നിങ്ങൾ ഈ സ്വർണം വിറ്റ ക്യാഷും ഒന്ന് പൈസ ചിലവാക്കിയിട്ട് എല്ലാ കണക്കും കാര്യമൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അയാൾ എന്നെ ചതിച്ചിട്ടാ. കാരണം ഞങ്ങൾക്ക് വാപ്പ ഇല്ലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തന്നൊരു വ്യക്തിയാട്ടോ അയാൾ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, അവരൊക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു. പക്ഷേ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോയി എന്ന് കണ്ടപ്പോൾ എല്ലാവരും നമ്മൾ കൈവിട്ടതാട്ടോ. ഞാൻ അവരെ നാട്ടിലായിരുന്നു ഇതിൻ്റെ മുൻപ് വാടകയ്ക്ക് നിന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒന്നും ഇല്ലാത്തവരായതുകൊണ്ട് അവരെ സ്റ്റാറ്റസിനെ ബാധിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര വിഷയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ആരും വേണ്ട, പിന്നെ കുടുംബം വേണ്ട, കുട്ടും വേണ്ട, നമ്മളെ വേണ്ടാത്ത കുടുംബത്തിന് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ദൂരോട്ട് വന്നാട്ടോ. അതാട്ടോ കൊണ്ടോട്ടി താമസിക്കുന്നത്. അല്ലാതെ എൻ്റെ കുടുംബമോ ലെക്കാൻ്റെ കുടുംബമോ ഒന്നും ഇവിടെ കൊണ്ടോട്ടി ഇല്ല കേട്ടോ. ആരും ഒരിത് വേണ്ട, ആർക്കും നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇവിടെ വന്ന് താമസിക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കറിയായി കേട്ടോ. സാമ്പാറൊന്നും പറയാൻ പറ്റൂലേ, സാമ്പാർ കാഴവും ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടൊന്നുമില്ല കേട്ടോ. തേങ്ങ ജസ്റ്റ് അരച്ചിട്ട് ഒക്കെ ഒഴിച്ചതാട്ടോ. അപ്പം വിശപ്പ്